ഇന്ന് നമുക്ക് ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 6 strandsലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു ലൈനയിൽ ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇറക്കി കൊടുക്കുമ്പം ഈ ത്രെഡ് നമുക്ക് ഫുള്ളി ഇതുപോലെ വലിക്കാൻ പാടില്ല. ഒരു ലൂപ്പ് പോലെ നമുക്ക് ഇതുപോലെ നിൽക്കണം നമ്മുടെ ത്രെഡ് ഇതുപോലെ. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ലൂപ്പിൻ്റെ ഹൈറ്റ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ലൂപ്പ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്ത ലൂപ്പിൻ്റെ നടുക്കൂട് വേണം നീഡിൽ ഇതുപോലെ എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ലൂപ്പയിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം ലൂപ്പ് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നീഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ലൂപ്പ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഈ ത്രെഡ് താഴേക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലൂപ്പിൻ്റെ അതേ സൈസിൽ വേണം നമുക്ക് സെക്കൻഡ് ലൂപ്പും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൂപ്പെല്ലാം ഈ ഒരു സൈസിലായിരിക്കും നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് എൻഡ് ചെയ്ത പോയിൻ്റില്ലേ, ആ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് വേണം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാൻ. അപ്പോൾ എടുക്കുമ്പം നമ്മുടെ ഈ ലൂപ്പ് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം നീഡിൽ ഇതുപോലെ വലിക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ലൂപ്പിൻ്റെ അതേ സൈസിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൂപ്സ് വരാൻ. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് സെക്കൻഡ് ലൂപ്പിൻ്റെ എൻഡ് ചെയ്ത പോയിൻറ്റിൽ നിന്ന് വേണം നീഡിൽ ഇതുപോലെ എടുക്കാൻ. എന്നിട്ട് ഇനി നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ലൂപ്പ് താഴ്ന്നു പോവുകയാണെങ്കിൽ ഈ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടെ നമുക്ക് നീഡിൽ ഇറക്കി കൊടുക്കാം. കണ്ടോ ഇതുപോലെ വരും. ഇനി നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് വേണം നമുക്ക് ഇതുപോലെ നീഡിലെടുക്കാൻ. എന്നിട്ട് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഇറക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വരും നമ്മുടെ ലൂപ്സ്. ഇങ്ങനെയാണ് വരുന്നത്, ഇതുപോലെ വരും. അപ്പോൾ ഈ ലൈൻ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ ഇതുപോലെ വരും. നമുക്ക് ഈ സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് തയ്ച്ച ലൂപ്പില്ലേ, അതിൻ്റെ എൻഡിങ് പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ നോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ലൂപ്പ് ഇവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. കണ്ടോ ഇതിങ്ങനെ വലിഞ്ഞു വരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് തയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് സർക്കിളിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് റോ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ലൂപ്പില്ലേ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീറ്റിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇവിടെ നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് റോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോ സ്റ്റിച്ച് ചെയ്ത പോലെ എളുപ്പമായിരിക്കത്തില്ല. നമുക്ക് ഈ സെക്കൻഡ് റോ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇവിടുന്ന് ഇതുപോലെ നീറ്റിലെടുക്കാം. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഈ ലൂപ്പ് ഞാൻ ഫുള്ള് താഴ്ത്താതെ അതിൻ്റെ നടുക്ക് നിന്ന് നീറ്റിൽ ഇതുപോലെ ഞാൻ എടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യം തയ്ച്ച റോയുടെ ലൂപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ ഇതുപോലെ ഈ ഒരു ലൂപ്പ് ഇവിടെ ഇതുപോലെ കൊണ്ടു നിർത്തും. ഇതുപോലെ. ഇനി നമുക്ക് അടുത്ത ലൂപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ ലൂപ്പ് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത ലൂപ്പിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഈ ലൂപ്പ് ഇതുപോലെ കൊണ്ടു നിർത്താം. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇപ്പം ഇങ്ങനെയാണ് സെക്കൻഡ് സർക്കിൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ റോയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഇപ്പം വേറൊരു വേരിയേഷനിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ചുറ്റും നമ്മൾ ലൂപ്ഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രഞ്ച് നോട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബീഡ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ഫുള്ള് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വേരിയേഷൻസിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.